പേരെന്തായിരുന്നു? ഷബീർ അല്ലേ? എന്താ വീട് ശരിക്കും? വീട് സംഭവം നടന്ന സ്ഥലത്താണ്. മുണ്ടക്കൈ. ഇതിന്റെ വാപ്പേട്ടോ. മുണ്ടക്കൈ. ഷബീറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഞങ്ങൾ അന്നുണ്ടായിരുന്നത് ഞാനും ഉപ്പച്ചയും ഉമ്മച്ചുണ്ടായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞത് കാരണം ഞാൻ തൊട്ടിപ്പുറത്തെ വീട്ടിൽ താമസം വാടകയ്ക്ക്. ഇവര് എന്റെ വീടിന്റെ ബേക്കിലും. അപ്പൊ സംഭവം നടക്കുമ്പോ ഷബീറിന്റെ വീട്ടിൽ ബാക്കിലാണ് ഉപ്പയും ഉമ്മയും. അതെ. ഷബീറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ തന്നെ ഞാൻ എന്റെ വൈഫിന്റെ ഈ സംഭവം നടക്കുന്ന ആ രാവിലെ എന്റെ കുട്ടീനെ എന്റെ വൈഫിനെ കൊണ്ടാക്കി. ഇവിടെ ഓർത്തോടാണ് സ്ഥലം. അവിടെ നിന്ന് പെണ്ണ് കെട്ടിക്കുന്നത്. അവളെ കൊണ്ടാക്കി. അത് എന്റെ വീട്ടില് എന്റെ പെങ്ങന്മാരുണ്ട് എന്റെ വീട്ടില്. അവിടെ 2 പെങ്ങന്മാരും അന്ന് വീട്ടിലേക്ക് വരാൻ നിന്നതാ. ഞങ്ങൾ പറഞ്ഞ വീട്ടിലേക്ക് വരണ്ട, മഴ കൂടുതലാണ്, വരണ്ട പറഞ്ഞ്. അങ്ങനെ ആരും വന്നില്ല. ഒരാള് മീനങ്ങാടി കെട്ടിച്ച്, ഒരാള് കടൂര് കെട്ടിച്ചിട്ട്. അങ്ങനെ രാത്രി അന്ന് ഇതിന് ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഓടിക്കുന്ന. അപ്പൊ എന്നോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞേ, വാരവീട്ടിൽ ചെല്ലാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ അന്ന് പോയില്ല. കാരണം പിറ്റേ ദിവസം പിംസിന്റെ ഓട്ടം ഉണ്ടായിരുന്നു. നമ്മള് കൊണ്ടുവന്ന പേഷ്യന്റ് മൂപ്പർക്ക് അരണിന്റെ സൂപ്പറായതുകൊണ്ട് ഈ നടക്കുന്നതിന്റെ പിറ്റേ ദിവസം മിംസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്ന് ഞങ്ങോട്ട് പോയില്ല. നമ്മളെ നാട് വിട്ട് പോയില്ല. ആ സമയത്ത് ഞങ്ങള് ഭയങ്കര മഴയാണ്, നല്ല മഴ, ശക്തമായ മഴയാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഴ. കുറച്ച് അന്നത്തെ രാത്രിയാണ് പറയണത്. അന്നത്തെ രാത്രി ഉരുൾപൊട്ടുന്ന അന്നത്തെ രാത്രി 12:50 1 മണിക്കല്ലേ? അതെ 12:50 ഫുള്ള് മഴയാണ്, നല്ല മഴ. കാരണം നമ്മൾ റോട്ടിൽ കൂടെ നമ്മള് ഇതുവരെ കാണാത്ത മഴ, വെള്ളം ഒഴുകി പോകുന്നത് ചൂരമല ടൗണില്. അങ്ങനെ നമ്മള് വീട്ടിലിരുന്ന് ഒന്ന് മയങ്ങിപ്പോയി. ആ സമയത്താണ് അത് 1:30 ആയിട്ടുണ്ടാവും. രാത്രി 1:30. ഒച്ച കേട്ടെന്ന് പറയുമ്പോ ആ വരുന്ന സമയത്ത് നമ്മളെ അടുക്കളയുള്ള പാത്രം അങ്ങനെ കടന്ന് ഇളകുന്നുണ്ട്. ശരിക്കും ഭൂമി കുലുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 1000 ഹെലികോപ്റ്ററിന്റെ കാറ്റുണ്ടാവില്ലേ, ആ കാറ്റൊന്നും അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് എന്തോരം ശബ്ദം. പിന്നെ പറഞ്ഞാൽ കുറെ സ്പീക്കറൊക്കെ സ്റ്റബൊക്കെ വെച്ചിട്ട് ഒരു 1000-400 സ്പീക്കർ വെച്ചിട്ടുള്ള ശബ്ദം ഉണ്ടാവില്ലേ, 400 പേര് അതിലും മേലൊക്കെ, അതിലുള്ള മുഴക്കം, വലിയ ഊഫറൊക്കെ വെച്ച് ആ മുഴക്കം, ആ കല്ലൂരിന്റെ മുഴക്കം. ആ സമയത്ത് ഞങ്ങളെ എന്റെ വീട് എന്ന് പറയുമ്പോൾ ഈ കാണുന്നുണ്ടോ ആ ടവറൊക്കെ ഹൈറ്റില്ലേ, അവിടുന്ന് പൊന്തിയിട്ടാണ് ഞങ്ങൾ പോഴ്സൈഡ്. ഞങ്ങളെ വീട് ഇരിക്കുന്ന ഹൈറ്റിലാ. ആ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത്രയും മണ്ണും വെള്ളം വന്ന് മൂടിയിട്ട് ഞാൻ കൺമുന്നിൽ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ പുഴയിൽ കൂടെ ഇങ്ങനെ ജമ്പ് ചെയ്താണ് മരങ്ങൾ പോകുന്നത്. അങ്ങനെ ആ ഓട്ടം ഓടിയാന് എന്റെ ഉപ്പാന്റെ ഉമ്മ രക്ഷിക്കാണ്ട് ഉമ്മാൻ്റെ അടുത്ത് ഓടിയതാ. അങ്ങനെ കുറച്ച് വെള്ളം കയറിയിട്ട് ഇവരെ പാടിവിട്ടാ പോയത്. ഇവരെ പാടിക്ക് പോണ തൊട്ട് മുന്നിൽ എന്റെ അയൽവാസി സ്രാജാക്ക് ഒരാളുണ്ട്. സ്രാജാക്ക് നിന്ന് നിപ്പില് മണ്ണിനടിയിലേ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. സിറാജ്. അങ്ങനെ കുടുംബത്തില് സിറാജാക്ക മാത്രം മരിച്ചിട്ടുള്ളൂ. വൈഫ്, സിറാജാന്റെ അമ്മായിമ ഒക്കെ കഴിച്ചിലായിട്ടുണ്ട്. അങ്ങനെ സിറാജ് നിന്ന് നിപ്പില് ഇത് എത്ര മണിക്കാ സിറാജ് മണ്ണിനടിയിലോട്ട് പോകണം? മണ്ണിനടിയിൽ പറയുമ്പോ ആ ഉരുള് വന്ന് മൂടിയത് കണ്ട്. പക്ഷെ മൂപ്പര് റൂമിന്റെ ഉള്ളിലല്ലേ, അപ്പൊ പുറത്തിറങ്ങാൻ പറ്റിയില്ല മൂപ്പർക്ക്. അതായത് വീട് മൊത്തം മൂടിപ്പോയോ? വീട് മൊത്തം അടുക്കള മൊത്തം മൂടിപ്പോയി. ആ റൂമിനുള്ളിലാണ് സിറാജാക്ക. മൂപ്പറയുടെ സംഭവം അറിഞ്ഞിട്ട് എണീച്ചിട്ടുണ്ട്. എത്ര വയസ്സുള്ള ആളാണ് സിറാജ്? സിറാജാക്ക 45 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ സേഫ്റ്റിയാ. അദ്ദേഹത്തിന്റെ പെണ്ണുങ്ങള് പെട്ടിട്ടുണ്ടായില്ലേ, അപ്പൊ അതിന്റെ മുഖം കാണാൻ മാറിയിട്ട് അവിടെ സങ്കടാവസ്ഥയിലാ രാജാക്കന്റെ വൈഫുള്ള. അതിന്റെ പേര് പരിക്കുണ്ട്. രാജന്റെ മക്കള് 2 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ ആൺകുട്ടി ആ സംഭവം അവിടെ അല്ല, അവൻ പണിസ്ഥലത്തുള്ളു. ആ പിറ്റേ ദിവസം വന്നത്. വയസ്സുള്ള കുട്ടികളാണ്? 22 വയസ്സുണ്ട്. 22 വയസ്സ്. ഒരാൾക്ക് 22, ഒരാൾക്ക് 19, 20. 2 കുട്ടികളും ഈ 2 കുട്ടികളും ഉമ്മയും രക്ഷപ്പെട്ടു. സിറാജ് മാത്രം മൂടിപ്പോയി. അങ്ങനെ ഈ ഉമ്മയും ഒച്ച വെച്ച് അവര് ഈ സിറാജ് മൂടിപ്പോകുന്നത് അവരറിയിച്ചില്ലേ ബാക്കിയുള്ള ആളുകളെ? അറിയിച്ചെന്ന് പറയുമ്പോ പൊട്ടി വന്നോണ്ടൊക്കെയല്ലേ. ഈ ഒച്ചയുടെ മുകളിൽ നമുക്ക് നിങ്ങൾ ഒച്ച എടുക്കുന്ന കേൾക്കുന്നില്ല. എന്റെ നാമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ശബ്ദം ഇങ്ങോട്ട് പുറത്തേക്കിടാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങി ഓടുന്ന ഓട്ടത്തില് ഞാൻ അവിടെ വീണ്. എന്റെ മേത്ത് ഫുള്ള് ചളി ഒക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ എന്റെ മുറ്റത്ത് കൂടെ ഫുള്ള് ഹൈറ്റില് മണ്ണാ. അത് കുപ്പിച്ചെല്ലാം കുത്തിട്ട് ഓടി. അപ്പൊ തൊട്ട് മേലെ ഗ്രൗണ്ടാ, ഒരു പഞ്ചായത്ത് കിണറുണ്ട്. ആ പഞ്ചായത്ത് കിണറിന്റെ മേലെ ഇങ്ങനെ കയറി നിൽക്കാൻ. അപ്പോഴാണ് തൊട്ട് മേലെ പള്ളീന്റെ അവിടുന്ന് വെള്ളം ഇങ്ങനെ കവിഞ്ഞ് ഒഴുകി വന്നത്. ഒഴുകി വന്ന വരവില് മരങ്ങളെല്ലാം വന്നു. സിറാജിക്ക താന്നു പോണത് നിങ്ങൾ കാണുന്നത് ഈ 2 മണിക്ക് മുൻപാണ്. നമ്മള് ഒരു സംഭവം പൊട്ടിക്കഴിഞ്ഞ് രണ്ടാമത്തെ ഇറങ്ങി വരുന്നില്ല. സിറാജിക്ക താന്നു പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ. സിറാജ് ഫസ്റ്റ് തന്നെ മൂപ്പര് ഏകദേശം റെഡി ആയിക്കണേ. മൂപ്പര് മരണപ്പെട്ടിട്ടുണ്ടാവും. ഏകദേശം കുറച്ച് ജീവൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആർക്ക് അടുത്തെത്താൻ പറ്റിയില്ല. കാരണം നമ്മളെ പറയുമ്പോ കുണ്ടും കുഴിയും വലിയ മണ്ണൊക്കെ അല്ലേ, അതിൽ കൂടെ പോകാൻ പറ്റിയില്ല. അങ്ങനെ രണ്ടാമത്തെ ഇറങ്ങി വന്നപ്പോഴാണ് പാടിന് തൊട്ട് മേലെ പുല്ല് അലർച്ച പറഞ്ഞ മണ്ണിന്റെ ചോട്ടിന് എന്താ പറയുക 2-3 അടി മണ്ണിന്റെ ചോട്ടിനും
മറ്റേ മരത്തിന്റെ അടിയിൽ നിന്നൊക്കെ അലർച്ച കേൾക്കുക, രക്ഷിക്കണേ ഇവിടുന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് ഷാജാക്കന്റെ കുടുംബം, എന്റെ അയൽവാസി ഷാജാക്കന്റെ ഒച്ച ഉണ്ടാക്കിയത് എന്നെ കുടുംബം. പിന്നെ 2-3 വട്ടം ശബ്ദം കേട്ടു, കൈ മാത്രം പിന്നെ പതിയെ കൈയൊക്കെ മൂടി താഴേക്ക് പോയി. അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് എനിക്ക് മഞ്ഞ പെയിനായിട്ട് ഞാൻ കൊടുത്ത് ഓർത്തോടെടുത്ത്. അപ്പൊ ഷാജാക്കന്റെ അമ്മായി അപ്പുറത്ത് കിടക്കണ്ടായിരുന്നു. അമ്മായിന്റെ മൂക്കിൽ ഫുള്ള് മണ്ണ് കയറി കിടക്കുക. ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് മൂക്ക് തുടച്ചെടുത്ത് ജസ്റ്റ് മിസ് ഞാൻ കഴിച്ചിലായി. രക്ഷിക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഏതെങ്കിലും? നഷ്ടപ്പെട്ടത് ഉണ്ട്. നമ്മളെ തൊട്ടതായ നമ്മളെ ഒരു ചേച്ചി താമസിച്ചു, ചെല്ലപ്പേട്ട എന്ന് പറഞ്ഞ പൂജാരിയാണ്, ഇവിടെ അല്ല. അപ്പോൾ അവിടെ 2 ആൾക്കാർ, മോനും അരുണിൻ്റെ അമ്മയും പിന്നെ പെങ്ങളും ഉണ്ടായിരുന്നു. പെങ്ങൾ സംഭവത്തിലില്ല തോന്നണേ. അപ്പോൾ അരുണ് സ്ലാവ് വന്ന് മൂടിയിട്ട് ഇത്രക്ക് സ്ലാവ് വന്ന് മൂടിയിരിക്കണേ. അപ്പോൾ നമുക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല, രക്ഷപ്പെടുത്തണ അലറുണ്ടായിരുന്നു. ആ സമയത്താണ് പൊട്ടി വരുന്ന വരവ്. ഈ അരുണിന്റെ തലയൊക്കെ ഈ സ്ലാബിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാമോ? കാണാം. ജീവനുണ്ടോ? ജീവനുണ്ട്. ഞങ്ങൾ വലിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അപ്പൊ അപ്പുറത്ത് കരച്ചില് ഇപ്പുറത്ത് കരച്ചില്. ഞങ്ങൾ ആ 2-3 ചെക്കന്മാർ അവിടെ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇവരൊക്കെ ഇപ്പോൾ അടുത്താ വന്നത്. ഞെരുങ്ങിപ്പോയി. അങ്ങനെ ആ സംഭവ സ്ഥലം നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ വേറെ ദുരന്തം വന്നുകൊണ്ടേ നിൽക്കുക. അപ്പൊ ഇല്ല എന്റെ കുട്ടീനൊക്കെ എടുത്തിട്ട് എല്ലാവരും ഓടി. ദുരന്തങ്ങൾ ആ സമയം ഒരു 1:40 ഒരു 2 മണിക്കുള്ളിൽ അടുത്തായിരിക്കുന്നത്. അതിന്റെ മേത്തെ ഡ്രസ്സൊന്നുമില്ല. ഞാനൊരു പേനയായിട്ടിരിക്കണേ. ആ പേനയും ഇല്ലല്ല. ആ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് അവിടെ വരെ കടവും ആരുടെ ശില്ലക്കുള്ള കാടാ. പക്ഷെ നമ്മളത് നോക്കില്ല. അങ്ങനെ ഓടിക്കേറി. അപ്പൊ ഈ സംഭവം ആൾക്കാർ ടോർച്ച് അടിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മെല്ലെ ഇറങ്ങി വന്നേ. 10-18 പേര് അവിടുന്ന് കഴിച്ചിട്ട് തൊട്ടപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, മുണ്ടകൈ ബസ് സ്റ്റോപ്പ്. അപ്പൊ എല്ലാരും വിചാരിച്ചു ഇനി ഉരുളപൊട്ടൽ ഉണ്ടായിട്ട് അവിടെ നിൽക്കുക. അപ്പൊ ഞങ്ങൾ 2 മണി സമയം വേറെ വരാൻ കിടക്കുന്നുള്ളൂ. ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അപ്പൊ തൊട്ടപ്പുറത്ത് നമ്മളൊരു അക്ക താമസിച്ചത്. അക്കൊരു മോനുണ്ട്, അവർ റിസോർട്ടിലെ പണി എടുക്കാൻ ബോലോറ പോലത്തെ ഒരു കൊട്ട ജീപ്പ് ഉണ്ട് അവർക്ക്. ആ സമയത്ത് ആ കൊട്ട ജീപ്പിൽ വന്ന് ഞങ്ങളെല്ലാവരും ഒരു 1/2 കിലോമീറ്റർ താഴെ നമ്മളെ കൂട്ടുകാരൻ വിഷ്ണു എന്ന് പറയും, അവന്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും പോയി. ആ സമയത്ത് ഞങ്ങൾ പോയതും പിന്നെ മല ഒന്നായിട്ട് വരവന്ന്. അതായത് അത് 2 മണിക്ക് ശേഷം ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും? ഏകദേശം എന്താ ഞങ്ങൾ ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തീർത്ത് കഴിഞ്ഞു നോക്കാം. പിന്നെ ഒന്നായിട്ട് വരുമെന്ന്. അപ്പൊ കുട്ടികളെ മക്കളെ എടുത്തിട്ട് കൂട്ടുകാരെ കുന്ന് ഓടിക്കയറി. എന്റെ ഉപ്പ ഓടിയില്ല, അവരും കുന്ന് ഓടിക്കയറി. ഞങ്ങൾ കിട്ടി ജീപ്പിൽ കയറിയിട്ട് ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന്റെ മേലോട്ട് കയറിയതും ഞങ്ങൾ സുനാമി എന്താ പറയാ, നമ്മള് കേരളം കണ്ടില്ല ഏറ്റവും വലിയ ദുരന്തം. ഞങ്ങൾക്ക് മരണം നേരിട്ട് കണ്ടിട്ട് കഴിച്ചിലായി വന്നതാണ്. അങ്ങനെ മറ്റേ എല്ലാം കൂടി സുനാമി വരുമ്പോലെ കാറ്റും മണ്ണും വെള്ളമൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് വന്നു. ഞങ്ങൾ ജീപ്പിന്റെ ഒപ്പം വന്ന് നമ്മള് റാട്ടപ്പാടി പറയുമ്പോൾ ഇവിടെ കുറച്ച് താഴ്ചയിലുള്ളത് റാട്ടപ്പാടിന്റെ. അപ്പൊ താഴ്ചയിൽ നിന്ന് അത്രയും വെള്ളം പൊങ്ങി ഹൈറ്റിൽ വരിക. ദുരന്തഭൂമിയായി മാറി. മുണ്ടക്കായ് എന്ന് പറഞ്ഞ പോലെ ദുരന്തഭൂമിയാണ്. അവിടെ ഞങ്ങൾക്ക് മുണ്ടക്കായ് നാടില്ല. ഞങ്ങളാ വീടും സ്ഥലവും നമ്മളെ സകല പ്രൂഫ്, എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, എല്ലാം പോയി. അവിടെ ഒരുപാട് ആൾക്കാർ, ഓട്ടോ ഡ്രൈവർ, എൻ്റെ കൂട്ടുകാരന്മാർ, എൻ്റെ ചില കൂട്ടുകാരന്മാർ പോയി. പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മക്കൾ ഫുള്ളും പോയിക്കുന്നു. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ട് മാനുവൽ, മുഹമ്മദ് അലി എന്ന് പറയും, മുഹമ്മദ് അലി. അവരെ കുടുംബം മൊത്തം പോയി. അതിൽ കിട്ടിയത് അലിഖാൻ്റെ ചെറിയൊരു മോനുണ്ട്, മുഹമ്മദ് ഹാനി. അവരെ പിന്നെ അലിഖാൻ്റെ അനിയനുണ്ട്, ഷംസുഖാൻ്റെ ചെറിയൊരു മോളെ ആ സംഭവ സ്ഥലത്ത് ജീവനോട് കിട്ടി, വലിയ പരിക്കിലാണ്ട് കിട്ടി. ബാക്കിയുള്ള എല്ലാവരും നമുക്ക് അറിയുന്ന ഫുള്ളും ഏകദേശം പോയിട്ടുണ്ട്. ഫുള്ള് വികൃതരൂപ, ഒരേ കണ്ണില്ല, ഒരേ കാലില്ല. പിന്നെ വായിക്കൂടെ ഒക്കെ മറ്റേ മെറ്റലും ഇതൊക്കെ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ ഫുള്ളും ഏകദേശം എല്ലാവരും പോയി. നമ്മൾക്കൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ ഹൃദയം പൊട്ടി മരിക്കും. അമ്മമാരി കാഴ്ചയായിരുന്നു അവിടെ. ഷബീറിൻ്റെ ജീവിതം പ്രേക്ഷകർ കണ്ടതാണ്. എല്ലാ ചെറുപ്പക്കാരോടൊപ്പം വളരെ സന്തോഷമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റി അയാളുടെ കുടുംബത്തോട് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം വെച്ചുകൊണ്ടിരുന്ന ഷബീർ, അയാളുടെ സുഹൃത്തുക്കൾ നാടിന് വേണ്ടി എന്താവശ്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയിൽ ഈ ഷബീർ ഓടിച്ചെല്ലും. അങ്ങനത്തെ ഒരു ഷബീറാണ്. നാട്ടിൽ പല ആളുകളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അവരെല്ലാവരും പറഞ്ഞു ഷബീറിനെ കുറിച്ച് അവർക്ക് പറയാൻ ബാക്കിയുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഷബീറിനെ താമസിക്കുന്ന ഒന്നാമതൊരു വാടക വീട്ടിലായിരുന്നു. ഒരു സപ്പോർട്ടായിട്ട് ആകെ വരുമാനമാർഗമായിട്ട് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയും എവിടെയോ മണ്ണിൽ പുതഞ്ഞ് കിടക്കുകയാണ്. ഷബീറിൻ്റെ ഒരു പറ്റം സുഹൃത്തുക്കൾ അവരെവിടെയാണെന്നുള്ളത് ഷബീറിന് അറിയില്ല.